ക്രിസ്തുമസിനൊരുങ്ങുന്ന ഈ കാലഘട്ടം ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിനെ അറിയിച്ച മംഗളവാർത്തയെയും മാതാവിൻ്റെ മറുപടിയും കുറച്ചുകൂടി അടുത്തുനിന്ന് വീക്ഷിക്കാനുള്ള സമയമാണ്. ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തത് കൈറെ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചാണ്. ആനന്ദിച്ചാലും എന്നാണ് ഈ പദത്തിൻ്റെ പരിഭാഷ. കൃപ എന്ന പദം സൂചിപ്പിക്കുന്ന കാരിസ് എന്ന വാക്കും ആനന്ദത്തെ സൂചിപ്പിക്കുന്ന കൈറെ എന്ന പദത്തിൻ്റെയും ഉത്ഭവം ഒരേ ധാതുവിൽ നിന്നാണ്. മറിയം തൻ്റെ ആമേൻ അഥവാ സമർപ്പണത്തിലൂടെ ലോകത്തിൽ ദൈവികമായ ആനന്ദത്തിൻ്റെയും കൃപയുടെയും ചാലായിത്തീർന്നു. ആഗമനകാലത്തെ ഒരു പള്ളി പ്രസംഗത്തിൽ വേദപാരംഗതനായ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാർഡ് ഈ നിമിഷത്തിൻ്റെ നാടകീയതയെക്കുറിച്ച് ത്രസിപ്പിക്കുന്ന ഒരു അവതരണം നൽകുന്നുണ്ട്. ആദിമാതാപിതാക്കളുടെ പാപത്തിനും അതിൻ്റെ ഫലമായ പതനത്തിനും ശേഷം ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ടു. മരണത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായി ലോകം. എന്നാൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് രക്ഷ നൽകാനായി ദൈവം മറിയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. മനുഷ്യൻ്റെ സ്വതന്ത്രമായ സമ്മതം അവന് വേണം. സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. മറിയത്തോട് സമ്മതം ചോദിച്ച നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും ശ്വാസം അടക്കി പിടിച്ചു നിന്നു എന്നാണ് വിശുദ്ധ ബെർണാർഡ് പറയുന്നത്. ലോകത്തിൻ്റെ ഭാവി തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത്. അവൾ അതേ എന്ന് പറയുമോ? അവൾ സംശയിക്കുമോ? അതോ അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ? വിധി നിർണായകമായ നിമിഷത്തിൽ അവളുടെ അധരങ്ങളിൽ നിന്നും അവളുടെ ഹൃദയത്തിൽ നിന്നും മറുപടി വന്നു, ആമേൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വതന്ത്രവും വിനീതവും എന്നാൽ അതിശ്രേഷ്ഠവുമായ അനുസരണത്തിലൂടെ സ്വർഗം ഭൂമിയെ തൊട്ട നിമിഷമായി അത് മാറി. സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മറിയം ദൈവഹിതത്തിനുള്ള തൻ്റെ ആമേൻ വഴി കേൾവിയിലൂടെ അഥവാ അനുസരണത്തിലൂടെ ഗർഭം ധരിച്ചു എന്നാണ്. വിശുദ്ധ ഇരണേവൂസ് ചോദിക്കുന്നു, ആദ്യമേ ദൈവം മനുഷ്യനിലേക്ക് കടന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എങ്ങനെ ദൈവത്തിലേക്ക് കടക്കുന്നു? ദൂതനിൽ നിന്ന് കേട്ട ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനം ധാരാളമായിരുന്നു അവൾക്ക് ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാൻ. പിന്നെ ഒട്ടും വൈകാതെ അവൾ പറഞ്ഞു, ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. മറിയത്തിൻ്റെ വാക്കുകൾ മാലാഖയ്ക്ക് യാത്രയയപ്പ് പോലെയായിരുന്നു. അവളുടെ ചുറ്റും ഇപ്പോൾ ദൈവദൂതന്മാരില്ല. കറുത്തിരണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അവൾ യാത്ര ആരംഭിക്കുന്നു. കാൽവരിയുടെ പടവുകൾ കയറുന്നതുവരെ അത് നീണ്ടു നിവർന്നു കിടക്കുന്നു. മനസ്സിൽ തീകോരിയിടുന്ന പൊള്ളുന്ന ജീവിത അനുഭവങ്ങളിൽ ദൈവഹിതത്തിന് അവൾ നൽകിയ ആമേൻ അവൾക്ക് ബലം നൽകിയിട്ടുണ്ടാകണം, തീർച്ച. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിൻ്റെ മനോഭാവം ഉണ്ടാകാനും അവളെപ്പോലെ പ്രതികൂല അനുഭവങ്ങളിലും ദൈവിക പദ്ധതി കണ്ടെത്താനും വിശ്വാസ വെളിച്ചത്തിൽ ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കാനും ഈ ക്രിസ്തുമസ് നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആമേൻ. ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ.